നമ്മുടെ കുട്ടി പാട്ടുകാർക്ക് ഒരുപാട് വിശേഷമുണ്ട് പ്രേക്ഷകരുടെ അടുത്ത് പറയാനായിട്ട്. അതൊക്കെ നമ്മൾ വഴിയെ അറിയും. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള റൗണ്ട്സ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഉണ്ണി അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. അപ്പൊ ഇനി അങ്ങോട്ടുള്ള കുറച്ച് എപ്പിസോഡുകൾ നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടന് വേണ്ടിയിട്ടുള്ള എപ്പിസോഡുകളാണ്. ദാസേട്ടന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ള എപ്പിസോഡാണ് ടോപ്പ് സിംഗറിൽ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ദാസേട്ടൻ നമുക്ക് പാടി സമ്മാനിച്ച ഒരുപാട് നല്ല നല്ല പാട്ടുകളിലൂടെ ആയിരിക്കും നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ജേർണി എന്ന് പറയുന്നത്. എന്താ ജഡ്ജസിന് പറയാനുള്ളത്? ദാസേട്ടന്റെ ബർത്ത്ഡേ അടുത്തു വരികയാണ്. ജനുവരി 10 തീയതിയാണ്. അദ്ദേഹം എല്ലാ വർഷവും സാധാരണ മൂകാംബിക ക്ഷേത്രത്തിലാണ് ആ ദിവസം ഉണ്ടാവാറ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് US-ലാണ്. അപ്പൊ എന്തായാലും നമുക്കെല്ലാവർക്കും ഓരോ സാഹചര്യങ്ങളും എന്താ പറയാ ഓർമ്മ വരുത്തുന്ന നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്ന പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട്. ദുഃഖം, സന്തോഷം, അല്ലേ, എല്ലാ വികാരത്തിനും വിരഹം, പ്രണയം, വഴക്ക്, എല്ലാത്തിനും ഉള്ള പാട്ടുകൾ, എല്ലാ വികാരത്തിലും ഉള്ള പാട്ടുകൾ ദാസേട്ടൻ സമ്മാനിച്ചിട്ടുണ്ട്, അല്ലേ, ഏത് ആഘോഷങ്ങളിലും, അല്ലേ. അപ്പോൾ നമുക്ക് ഈ കുട്ടികൾ പാടുന്നത് നമുക്കൊരു ആ ഓർമ്മകളിലേക്ക് പോവാം. നമുക്ക് നല്ല നല്ല നിമിഷങ്ങൾ നമുക്ക് എന്താ ഷെയർ ചെയ്യാം. ഞാനും ഇപ്പൊ ആര്യൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ജനറേഷനാണ്. ഞാനൊക്കെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത്, ഞാൻ പറയുന്ന ഒരു 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് തന്നെ ദാസേട്ടൻ്റെ പാട്ടുകൾ കേട്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. നമുക്ക് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത് ദാസേട്ടൻ്റെ ശബ്ദമാണ്. റേഡിയോയിലൂടെ കേട്ടിരുന്ന മധുര ശബ്ദം. ഞാൻ പറയുന്നത് 60s 70s അദ്ദേഹം പാടിയ താമസം എന്തേ വരുവാൻ, അങ്ങനത്തെയൊക്കെ പാട്ടുകൾ കേട്ടിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഞാൻ വാസ്തവത്തിൽ ക്ലാസിക്കലായിട്ട് അങ്ങനെ പഠിച്ചിട്ടേ ഇല്ല. ഞാൻ പഠിക്കാൻ തുടങ്ങിയതൊക്കെ 27-28 ഇയേഴ്സിലാണ്. അപ്പോൾ ദാസേട്ടൻ്റെ ശബ്ദമാണ് നമ്മുടെ ഒരു എന്താ പറയുക ടോട്ടൽ ഗൈഡൻസ്. ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുമോ ഒരു മനുഷ്യന് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അത്രയും നല്ലൊരു ശബ്ദവും പെർഫെക്ഷനും, ഒരു പാട്ടിന്റെ ഏറ്റവും നല്ല രൂപം. അതിൽ കൂടുതൽ ആ പാട്ടിന് ഒന്നും ചെയ്യാനില്ല. അങ്ങനെയാണ്. അത്രയും ഒരു അറ്റ്മോസ് പെർഫെക്ഷനിലുള്ള പാട്ടാണ് നമ്മൾ ചെറുപ്പം മുതൽ കേട്ടു വളർന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പിറന്നാള് കൊണ്ടാടുക എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ഭാഗമാവുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണത്. അതൊക്കെ ചിലവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഭാഗ്യം കിട്ടിയ ചേച്ചി എന്താ പറയാ, ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല ദാസറിന്റെ ശബ്ദം കേൾക്കാതെ. മാത്രല്ല, എനിക്ക് പറഞ്ഞ പോലെ ഒരുപാട് ഓർമ്മകളാണ്. എൻ്റെ ചെറുപ്പം മുതൽ, ജനിച്ച അന്ന് മുതൽ കേൾക്കുന്നത് സാറിന്റെ ശബ്ദമാണ്. ഇതിന്റെ അപ്പുറം എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല മീനൂട്ട. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രവീന്ദ്ര ജെയിൻ സർ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇഫ് ഗോഡ് ഹാഡ് എ വോയിസ് ദാറ്റ് വുഡ് ബി KJ യേശുദാസ് എന്ന്. അദ്ദേഹത്തിന് കണ്ണ് കാണില്ല ശരിക്കും രവീന്ദ്ര ജെയിന്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കാഴ്ച കിട്ടുകയാണെങ്കിൽ എനിക്ക് ആദ്യം കാണേണ്ടത് ദാസേട്ടനെയാണ്. അങ്ങനെ അത്രയും മനോഹരമായ ഓർമ്മകളാണ് എല്ലാവർക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇനി വരാൻ പോകുന്നത് ഇതുപോലെ തന്നെ, ഈ ഓർമ്മകൾ പോലെ തന്നെ ഒരുപാട് മനോഹരമായ നിമിഷങ്ങളാണ്, സുന്ദരമായ മൊമെന്റ്സ് ആണ്. നമ്മളെല്ലാവരും ഒന്നിച്ചത് എൻജോയ് ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? റെഡി. ഓക്കെ, ആദ്യത്തെ പാട്ട് കേൾക്കാം അല്ലേ? ഉണ്ണിയകൾ, നമ്മുടെ അക്കീതി കുട്ടിയാണ് ദാസങ്ങളുടെ ഒരു സൂപ്പർ സോങ്ങുമായിട്ട്. അതെ, നമ്മുടെ സത്യസന്ധയായിട്ടുള്ള കുട്ടി. അതെ, വെൽക്കം അക്കീതി ഓൺ സ്റ്റേജ്. ഒരു നൊമ്പരം പാതിരാക്കിളി എന്തിനീ മൗനം സാഗരം. നീ എന്താടി ഇവിടെ ഇരിക്കണേ? പാട്ട് പഠിക്കാൻ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നോക്കി വന്നതാ. അപ്പൊ അതും പോയി. നല്ല ടെൻഷൻ ഉണ്ട് മോളെ. എന്തിന്? യേശുദാസ് സാറിന്റെ പാട്ടല്ലേ. നീ കൂളായി കയറി പാടറി. ചേച്ചിക്ക് അത് പറയാം. പറച്ചില് മാത്രമേ ഉള്ളൂ, എനിക്കും നല്ല ടെൻഷൻ ഉണ്ട്. അല്ല, നിന്റെ പാട്ടേതാ? പാൽനിലാവിലും ഒരു നൊമ്പരം. ഓ, കിഡിലാൻ പാട്ടാട്ടാ. ഇതിലൊരു ഭാഗില്ലേ, മണ്ണിനു മരങ്ങൾ ഭാരം, മരത്തിൻ ചില്ലകൾ ഭാരം, ചില്ലയിൽ കൂടെ ഒരു ഭാരം, കൂടൊഴിഞ്ഞ പക്ഷികൾ. ഈ ഭാഗം എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു കഥ കേൾക്കുന്ന പോലെ തോന്നും. കഥ പോലെ തോന്നും. ആരാ പാടിയിരിക്കണേ? ദാസാറല്ലേ? വന്നേ, എനിക്ക് പാട്ട് പഠിക്കാനുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. ഞാൻ ഇന്ന് ഇവിടെ യേശുദാസ് സാറിന്റെ റൗണ്ടിൽ പാടാൻ പോകുന്നത് പാൽനിലാവിലും ഒരു നമ്പർ. ഞാൻ ചെറിയ കുട്ടിയാവുമ്പോ തൊട്ടേ യേശുദാസ് സാർ
ന്റെ പാട്ട് കേട്ടിട്ടാണ് ഇതാക്കല്. ഓക്കെ. നല്ല പാട്ടുകളാണ്, എല്ലാം നല്ല പാട്ടുകളാണ്. ആ. അതേപോലെ തന്നെ ഈ പാട്ട് പഠിക്കുമ്പോ ശ്യാം സാർ ഉണ്ടല്ലോ, ഉം, ഗ്രൂമർ ഉം. ശ്യാം സാർ എനിക്ക് ഇതിന്റെ ഓരോരോ ഇപ്പോ മണ്ണിനു മരങ്ങൾ ഭാരം, ഉം. മരത്തിന് ചില്ലകൾ ഭാരം, ആ, ചില്ലയിൽ കൂടെ ഒരു ഭാരം, കൂടൊഴിഞ്ഞ പക്ഷികൾ. പക്ഷികൾ. അതേപോലത്തെ ഓരോരോ വരികളും മനസ്സിലാക്കിയിട്ടാണ് ശ്യാം സാർ എനിക്കിത് പഠിപ്പിച്ചത്. പഠിപ്പിച്ചത്. ആ, ഓ അപ്പൊ അതിന്റെ ഒരു ഇമോഷനിൽ ഡീറ്റെയിൽസ് ഓ, അത് മുഴുവൻ ശരി. പറഞ്ഞു ആ. തന്നിട്ടുണ്ട് അല്ലേ ശ്യാമേട്ടൻ? അതെ. ആഹാ. ഓ അത് ശരി. ഓക്കെ. കുട്ടി എന്തൊക്കെയാണ് റെസൊല്യൂഷൻസ്? ന്യൂ ഇയർ ന്യൂ ഇയർ റെസൊല്യൂഷൻ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ചെറുതായിട്ട് ഒരു നന്നാക്കണം എന്ന് തോന്നുന്ന ഒരു സ്വഭാവം എന്താ അത് കുട്ടിയുടെ? പിന്നെ നന്നാവണം വിചാരിക്കും, പക്ഷെ പറ്റാറില്ല. പക്ഷെ പിറ്റേ ദിവസം അവനെ മറക്കും. എന്തെങ്കിലുമൊക്കെ ഫാസ്റ്റ് ഫുഡ് കഴിക്കേണ്ട വിചാരിക്കും, പക്ഷെ അറിയാതെ കഴിച്ചോ, പിന്നെ അത് അടുത്ത ദിവസത്തേക്ക് മാറ്റും. അടുത്തതിലേക്ക് മാറ്റും. അടുത്ത വർഷത്തെ ഇഷ്ടപ്പെടും. അത് ശരി. ഇഷ്ടപ്പെട്ട പിന്നെ ആ വർഷം fast മുഴുവൻ food. മാറിയോണ്ട് പിന്നെ ഫുൾ കഴിക്കും ആ, അതെ. അല്ലേ? പിന്നെ എന്തായാലും പോയില്ലേ എന്ന് പറഞ്ഞു. കണ്ടില്ലേ? അതെ, ആ ടേബിളിലേക്ക് ഒന്ന് സൂം ചെയ്യൂ. അതെ, ഫുൾ കടലാസുകളാണ്. ചേട്ടൻ ഇനി മധുരം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞാ അതെ, മിഠായി ഷുഗർ കണ്ടപ്പോ കയ്യിൽ നിന്ന് പോയി. അതെ, ഇപ്പൊ ആ ടേബിള് നോക്കൂ, പേപ്പർ മേലൊന്നും ഇല്ല, കൊറേ മുട്ടായി കൂടെ. ഡീറ്റെയിൽസ്. വർഷം 1994, മൂവി കാബൂളിവാല, മ്യൂസിക് SP വെങ്കടേഷ് സാറ്, യെസ് പിന്നെ പാടിയതല്ല Lyrics. ലിറിക്സ് ബിച്ചു തിരുമല സാർ, യെസ്. പിന്നെ പാടിയത് യേശുദാസ് സാറും കോറസും. വെരി ഗുഡ്. യെസ്. തുടങ്ങാം. All the best. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
വെരി നൈസ്, സൂപ്പർ സൂപ്പർ, വെരി നൈസ്. കോറസ് കലക്കി. അഖൈതി കുട്ടി എന്തോ മിടുക്കിയായിട്ട് പാടി. താങ്ക് യു. നല്ല ഭംഗിയായിട്ട് പല ഭാഗങ്ങളും ഭൂരിഭാഗവും നന്നായിട്ട് തന്നെ പാടിയത് താങ്ക് യു. കേട്ടോ. മൈന്യൂട്ടായിട്ട് ചില സ്ഥലങ്ങളിൽ ശ്രുതി കുറച്ച് മൈന്യൂട്ടായിട്ട് പ്രശ്നമുണ്ടെന്ന് മാത്രം. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയത് സാഗരം, അതിനോട്ടൊന്ന് പാടിയേ. സാഗരം മനസ്സിലുണ്ടെങ്കിലും. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നല്ലോ. ടേക്കില് ഇങ്ങനെ താഴത്തേക്ക് പാടിയായിരുന്നല്ലോ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പാടി കേട്ടോ. ഇതാണ് ഇപ്പൊ പാടിയതാണ് വേണ്ടത്. ടേക്കിന്റെ സമയത്തല്ല നോട്ട് വേറെ മാറി പാടി. പല്ലവിയിലും തുണ്ടുപല്ലവി അവസാനം പാടിയപ്പോഴും അതെ സെയിം നോട്ട് തന്നെയാണ് പാടിയത്. ഇപ്പൊ പാടിയപ്പോ കറക്റ്റ് ആയിട്ട് പാടി കേട്ടോ. നല്ല ഉഗ്രൻ വോയിസ് അഖൈതി കുട്ടിയുടെ. താങ്ക് യു. നല്ല ഓപ്പൺ ആയിട്ട് പാടുന്നുണ്ട്. പിന്നെ ഭൂരിഭാഗവും നീതി പുലർത്തിയിട്ടുണ്ട് ഈ പാട്ടിനോട്. താങ്ക് യു. ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. അല്ല കുറച്ചും കൂടി തെളിച്ചം വന്നിട്ടുണ്ട്. ആ ഒരു എയറിനെസ് പോയിട്ട് അതെ കുറച്ചുകൂടെ കുറച്ചും കൂടി തെളിച്ചം വന്നിട്ടുണ്ട്. എനിക്ക് നേരത്തെ കുറച്ചിങ്ങനെ ഹസ്കി ടോണാണ് ഒരു കൂടുതലുണ്ടായിരുന്നത്. ധൈര്യക്കുറവുള്ള പോലെ ഫീൽ ഫീൽ ചെയ്തിരുന്നു. ചെയ്തിരുന്നു. കുറച്ച് ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. താങ്ക് യു. അതെങ്ങനെ സംഭവിച്ചു? അത് ന്യൂ ഇയർ ആയതുകൊണ്ടാണോ? ധൈര്യം. അതെ. പുതിയ വർഷല്ലേ, പുതിയ വർഷത്തില് അതായിരിക്കും കാര്യം. ഒരു ചേഞ്ച്. കൊള്ളാം. അത് നല്ല ചേഞ്ച്, അതൊരു നല്ലൊരു ചേഞ്ച് ആണ്. താങ്ക് യു. ഓക്കെ Yes. കൊള്ളാം. ഉണ്ട്. മിടുക്കിയാണ് മിടുക്കി. നമ്മുടെ അഖൈതി കുട്ടി. അതെ സംശയമൊന്നുമില്ല. അവളുടെ ഒരു പ്ലസ് എന്താ വെച്ചാൽ വോയിസിന്റെ ആ ഒരു ബോൾഡ്നെസ്, ബോൾഡ് വോയിസ് ആൻഡ് വിത്ത് ഗുഡ് റേഞ്ച്. റേഞ്ച് ടച്ച് ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട് കേൾക്കാൻ. അതന്നെ നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. ഒരു പാട്ട് തുടങ്ങുന്ന സമയത്ത് ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വോയിസ് വരുമല്ലോ, ബോൾഡ് ആയിട്ട്. അപ്പൊ തന്നെ ഒരു യു ആർ സെറ്റിംഗ് ദ ടോൺ ഫോർ എ ഗുഡ് സോങ്. താങ്ക് യു. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോളെ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഗുഡ് ലക്ക്. താങ്ക് യു. യെസ് അഖൈതി കുട്ടി, എന്തോ എനിക്ക് ഒരു ഭാഗം കൂടെ ഒന്ന് ക്ലാരിറ്റിയിൽ ഒന്ന് പാടിത്തരാമോ? തുടിക്കുമീ തപ്പ് താളങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വരിയില്ല അനുപല്ലവിയുടെ അവസാനം, ഇരുട്ടിലെ തെമ്മാടി മാനം മീതെ താരങ്ങൾ ചിമ്മി ചിമ്മി കത്തുമ്പോൾ. അത് കഴിഞ്ഞിട്ടുള്ള ഇരുട്ടിലെ തെമ്മാടിക്കൂട്ടിൽ ആ തുടിക്കുമീ തപ്പ് താളങ്ങൾ. എനിക്കൊന്ന് കോറസ് അവിടെ തുടങ്ങുന്നതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവ് തോന്നി. പിന്നെ എനിക്കും സെയിം സാധനം തന്നെ അഖൈതി കുട്ടി തോന്നിയത്, മനസ്സിലുണ്ടെങ്കിലും. പിന്നെ ഈ ലാസ്റ്റ് പല്ലവി പാടിയപ്പം എന്തിനി എന്ന് പാടിയ ഭാഗം, എന്തിനി മൗനത്തിലെ എന്തിനി വ്യത്യാസം. പിന്നെ കുഞ്ഞു ശ്രുതി വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നത് നല്ല പ്രോഗ്രസ്. അഖൈതി കുട്ടിക്ക് ഭയങ്കര പ്രോഗ്രസ് ഉണ്ട്. ആ വോയിസിന്റെ എന്താ പറയാ, ആ വോയിസിനെ നന്നായി യൂസ് ചെയ്യാൻ പഠിച്ചു. താങ്ക് യു ചേച്ചി. ഭയങ്കര രസമായിട്ട് ഈ പാട്ടിൽ അഖൈതി കുട്ടീന്റെ ഇംപ്രൂവ്മെന്റ് കാണാനുണ്ട്. മിടുക്കി. താങ്ക് യു. നല്ല പ്രോഗ്രസ്. യെസ്. ഇതിൽ തന്നെ ഉഗ്രം പാട്ട് വേറൊരു പാട്ട് കൊണ്ടിട്ട് ദാസേട്ടൻ പാടിയത്. കാബൂളിവാല നാടോടി കാടാറുമാസം സഞ്ചാരി പൂരെങ്ങോ വീടെങ്ങോ കൂടാരം കൂടെങ്ങോ തോളിൽ താലോലം ചാഞ്ചാടും മാറാപ്പിൽ താരാട്ടുപാട്ടിൻ നോവുണ്ടോ കാബൂളിവാല നാടോടി കാടാറുമാസം സഞ്ചാരി. അഖൈതി കുട്ടി, എന്തോ ഇന്നത്തെ മാർക്ക് അറിയണ്ടേ? അതെ. ഇറ്റ് ഈസ് 97.5 ഔട്ട് ഓഫ് 100. ആനന്ദിലെ താരങ്ങൾ ചിമ്മി ചിമ്മി കത്തുമ്പോൾ ഇരുട്ടിലെ തെമ്മാടിക്കൂട്ടിൽ തുടിക്കുമീ തപ്പ് താളങ്ങൾ. ഇരുമരങ്ങൾ ഭാരം മരത്തിൻ ചില്ലകൾ ഭാരം ചിലയിൽ കൂടൊരു ഭാരം കൂടൊഴിഞ്ഞ പക്ഷികൾ പക്ഷിച്ചു ചിറകു ഭാരം ചിറകു തുവലു ഭാരം തുവലു കാറ്റിനു ഭാരം കാറ്റിലാടും കോലങ്ങൾ. ഭാഗ്യവതി കുട്ടി, പുതിയ വർഷമാണ്, പുതിയ മാർക്കാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു. നമ്മൾ ദാസേട്ടന്റെ പിറന്നാളിന് പാട്ട് പാടി, അതൊക്കെ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലേ? ഭാഗ്യവതി കുട്ടിയും ഒത്തിരി ലക്കിയാണ് കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ ബൈ. ബൈ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കണ്ണുനീരില്ല
ഇനി വരാൻ പോകുന്ന പാട്ട് പാടാനെത്തുന്നത് ഉണ്ണിയങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ്. അത് മാത്രല്ല ഈ പാട്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഈ സിനിമയിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇത് ഫേവറേറ്റ് ആയിരിക്കും. അങ്ങനെ ഫേവറേറ്റ് അല്ലാതെ വരാൻ വഴിയില്ലാത്ത ഒരു പാട്ടുമായിട്ടാണ് ഇപ്പൊ ഒരാളെത്താൻ പോകുന്നത്. ഉണ്ണിയങ്ങൾ കുറച്ച് നാളിന് ശേഷം വരുന്നതുകൊണ്ട് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും എങ്ങനെയുണ്ട്, പുതിയ പാട്ടിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, നന്നായി പാടുന്നുണ്ടോ എന്നൊക്കെ. ഉണ്ണിയങ്ങൾ എപ്പോഴും വരുമ്പോ കാത്തിരിക്കുന്ന ഒരാളാണ്. നമ്മുടെ സാരംകൂട്ടനാണ്. ലെറ്റ്സ് വെൽക്കം സാരംഗ് ഓൺ സ്റ്റേജ്. ഹായ്, ഹലോ. ഇതാരിത്? ഹായ് സാരംഗ്. നമ്മുടെ ജെന്റിൽമാൻ. ഇന്ന് എത്നിക് വെയർ ആണല്ലോ. വെൽക്കം. പതിവിലും വിപരീതമായി എത്നിക് വെയർ ഇട്ടുണ്ടാണല്ലോ. അത് ഓരോ പാട്ടിന് ചേരുന്ന പോലെയാണ്. എന്നാലും ആ സ്റ്റൈല് വിട്ടൊരു കളിയില്ല കേട്ടോ. സ്റ്റൈലായിരിക്കും. സ്റ്റൈലിഷ് ആണ്. സ്റ്റൈല് മന്നനാണ്. യെസ്. ഇന്ന് ഗന്ധർവനാണ്. ഇന്ന് ഗന്ധർവനായിട്ടാണ് വന്നിരിക്കുന്നത്. ഗന്ധർവനാണ്. അങ്ങനെ പറയുമ്പോ എന്തോ ഒരു ക്ലൂ അതിനകത്തുണ്ടല്ലോ. അതെ. ആ മീനൂട്ടിയും പറഞ്ഞു ഒരു ദേവിയെ പോലെ. അപ്പൊ ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമയിലെ ദേവി എന്നുള്ള പാട്ടാണോ ഈ ഉദ്ദേശിക്കുന്നത്? Yes, brilliant boy. Yes. അങ്ങനെ അതെ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടിയ പാട്ടാണ് ഇപ്പോൾ നമ്മുടെ ചിന്ന ഗന്ധർവൻ പാടാൻ. സാരംഗ് ഗന്ധർവൻ. എന്താ സാർ? എന്ത് പറയണു ദാസേട്ടനെ പറ്റി? എന്താണ് മോൻ അറിയാ? സാറെ പറ്റി പറഞ്ഞാല് ഞാന് ജനിക്കുമ്പോ ആദ്യമായിട്ട് കേൾക്കുന്നത് ദാസാറുടെ പാട്ടാണ് എന്നാണ് അച്ഛൻ എനിക്ക് പറഞ്ഞിട്ടുള്ളത്. അത് ഏത് പാട്ടായിരുന്നു? ഓണത്തുമ്പി പാടൂ. ഓണത്തുമ്പി പാടൂ. ഓണക്കാലായിരുന്നു. അതറിയില്ല. അതാണ് കേട്ടത് അല്ലേ? ജൂണില്. അപ്പൊ ഓണക്കാലം അല്ല, മഴക്കാലമാണ്. മഴക്കാലം. ദാസേട്ടന്റെ പാട്ടുകൾ കുറെ പാട്ടുകൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഏറ്റവും ഇഷ്ടമായ ഒരു പാട്ടാ ഇതാ ദാസേട്ടന്റെ ഒരു ഇൻസ്പയറിംഗ് സോങ്? സാഗരങ്ങള്. സാഗരങ്ങള്. ആ പാട്ടാണല്ലേ? സാഗരമേ ശാന്തമാകൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് കേൾക്കണം. അത് കേൾക്കണം. അതൊരു യൂണീക് സോങ് ആണ് മോനെ. മോനെ നല്ലൊരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട് ആ ഒരു പാട്ട് ഒരു 10 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാണല്ലോ പിന്നെ വേറെ പാട്ടൊന്നും കേൾക്കില്ല. അത്തരം ഒരു പാട്ടാണത്. അതിൽ ആ പാട്ടിൽ അതിലും മീതൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു ഫെദർ ടച്ച് മാതിരി ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അത് കേൾക്കണേ മോനെ. സാഗരമേ ശാന്തമാക. ഓക്കെ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് കേൾക്കാം നമുക്ക്. ഡീറ്റെയിൽസ്: മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, പിന്നെ ലിറിക്സ് കൈതപ്പുറം സാർ, പാടിയത് നമ്മുടെ സ്വന്തം ദാസ് സാർ. പിന്നെ മൂവി ഞാൻ ഗന്ധർവൻ, വർഷം 1991. ശരി, മിടുക്ക് കേട്ടോ. ഓക്കെ സാർ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. കേൾക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.
സാഗരങ്ങൾ മീട്ടും സോപാനഗീതമായി നിറയും നിൻ ശ്രുതിയെ എൻ ഗാനാലാപം മദനയാമിനി ഹൃദയ സൗരഭം തരളമാം ശലഭങ്ങളാൽ നുകരാൻ നീ വരൂ മന്ദം ദേവി. പാർവണങ്ങൾ തേടും വനചന്ദ്രകാന്തിയിൽ സോമം പോൽ പകരൂ നിന്ദാഗോന്മാദം. പാർവണങ്ങൾ തേടും വനചന്ദ്രകാന്തിയിൽ സോമം പോൽ പകരൂ നിന്ദാഗോന്മാദം. മഞ്ഞണിഞ്ഞൊരീ ഗന്ധമാദനം തളിരിടും വനമാകുവാൻ മഴവിൽ തേരിറങ്ങി ഞാൻ ദേവി. ആത്മരാഗമേകാം കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയോ ഗന്ധർവ വീണയാവൂ നീ ദേവി. വെരി ഗുഡ് സാരംകുട്ട. സാരംഗ് കുട്ടൻ എന്തോ സാർ? എപ്പിടി ഇருக்கு ന്യൂ ഇയർ? ആ സൂപ്പറായി. സൂപ്പറായി. ആ. എന്ത് ചെയ്തു ന്യൂ ഇയറിന്? വീട്ടിൽ പോയിട്ട് കരോളിന്റെ കുറച്ച് മുട്ടായികളും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചോ? അതൊക്കെ കഴിച്ചു. അപ്പോൾ ഞാനില്ലായിരുന്നു. എല്ലാ വർഷവും അനിയനും അവന്റെ കുറച്ച് ഫ്രണ്ട്സും അങ്ങനെ ആയിരിക്കും പോവാ. അത് മധുരത്തോട് തുടങ്ങി നടത്തും. ആ അതെ. ഓക്കെ. അപ്പോൾ അതില് വീട്ടിലേക്ക് പോകുമ്പോ കുറച്ച് മിഠായി കൊടുക്കും. അതിൽ നിന്നും ആദ്യമാണ് കുറച്ച് കഴിച്ചു. അവനൊരു കുറ്റബോധം അതെ, കുറച്ചെണ്ണം ഞാൻ കുറച്ച് ഞാൻ കഴിച്ചു. കഴിച്ചു. എന്തെങ്കിലും റിസൊല്യൂഷൻ എടുത്തോ ന്യൂ ഇയർ ആയിട്ട്? ഇനിയും നന്നായി പാട്ട് പഠിക്കും. പിന്നെ പഠനത്തിലായാലും അച്ഛനമ്മയെ നോക്കാനായാലും എല്ലാം ഞാനൊരു ഇനിയും മെച്ചപ്പെടും എന്നുള്ളൊരു രീതി. അതോടാ, very good. അച്ഛനും അമ്മയും നോക്കാൻ നല്ല resolution. വലിയ കുട്ടിയായ മോൻ ഏത് ക്ലാസ്സിലാ പോ? ഞാനിപ്പോ 10th-ലായി. 10th-ലായിട്ടേ ഉള്ളൂ. എന്തായാലും മോൻ ഒരു ഉഗ്രൻ മ്യൂസീഷ്യനാണ്, ടോപ്പ് ക്ലാസ് അതെ. മ്യൂസീഷ്യനാണ്. അതെ അതെ. സോ ടോപ്പ് സിംഗറിനെ അഭിമാനിക്കാവുന്ന ഒരു സിംഗറാണ് മോൻ. കാരണം എപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട് നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള സോങ്സ് ആണ് മോൻ സെലക്ട് ചെയ്ത് ഇവിടെ വന്ന് അന്ന് പാടുന്നത്. അത് ടു ദ ബെസ്റ്റ് ഓഫ് യുവർ നോളേജ് യു ഓൾവേസ് പ്രസന്റ് ഇറ്റ്. താങ്ക് യു സാർ. ഈ പാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ദാസേട്ടൻ പാടി വെച്ചാൽ ഇനി അപ്പുറത്ത് ഒന്നും പാടാനില്ല. അതെ. അത്രയും അതിഗംഭീരമായിട്ട് പാടി വെച്ചിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അതാണ് മോൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ തിങ്ക് യു ഡൺ 75% ജസ്റ്റിസ്. to the song. യെസ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഫുൾ ജസ്റ്റിസ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, കാരണം ചെറിയ മോനാണ്. Yes. അപ്പൊ ആ പാട്ട് ഇറ്റ്സ് ടു ഹെവി ഫോർ യു ആക്ച്വലി. അതെ. എന്നിട്ടും അത് നമുക്ക് വളരെ ഇംപ്രസ് ചെയ്യുന്ന വിധത്തിൽ അത് അറ്റംപ്റ്റ് പാടാൻ ചെയ്തു സാധിച്ചു എന്നുള്ളത്. എന്നുള്ളതാണ് ഏറ്റവും വലിയ നല്ല കാര്യം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് താങ്ക് യു ലക്ക്. സാർ. സാരംകുട്ട, എന്തോ സാർ? ഇപ്പൊ പറഞ്ഞ കാര്യത്തോട് ഞാനും വളരെയധികം യോജിക്കുകയാണ്. സീസൺ 6-ലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിംഗറാണ് നമ്മുടെ സാരംകുട്ടൻ. ഇപ്പോൾ പറഞ്ഞ പോലെ 75% നീതി പുലർത്തി എന്ന് പറഞ്ഞു. വളരെ വളരെ ശരിയാണ്. ഈ പ്രായത്തിൽ ഇതിൻ്റെ ആ ബേസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതെ. ഇനിയിപ്പോൾ ശ്രുതി ഒറിജിനൽ പിച്ചിൽ നിന്ന് കുറച്ചാണ് പാടിയിട്ടുള്ളത്. അതെ. ഇനി അത് കൂട്ടിക്കഴിഞ്ഞാൽ മുകളിലേക്ക് മേളില് മുകളിലേക്ക് കിട്ടാനും എത്തൂല. ബുദ്ധിമുട്ടാണ്.
താഴ്ത്തി കഴിഞ്ഞാൽ താഴത്തേക്ക് എത്തൂല. ഇപ്പോൾ തന്നെ ബേസ് റേഞ്ച് കിട്ടാൻ ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് ആ ഹമ്മിങ്ങിൽ ചില ഭാഗത്ത്, പിന്നെ ആത്മരാഗമേകാം, പാർവണങ്ങൾ തേടും, ഗാനാലാപം, അവിടെയൊക്കെയാണ് ഈ ബേസിൻ്റെ കുറച്ച് ബേസ് റേഞ്ച് കൂടുതലുള്ള ഈ പാട്ടിൽ. അവിടെയൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടിയത്. പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വളരെ വളരെ മനോഹരമായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി കേട്ടോ. ആ ഹമ്മിങ്ങിൽ ഒരു ഇത് നമ്മൾ റിഹേഴ്സലിൻ്റെ സമയത്ത് പറഞ്ഞു, അത് ഇപ്പോഴും അത് മുഴുവനായിട്ട് ശരിയായില്ല. ഹമ്മിങ്ങിന്റെ തുടക്കം. മധു ഒരു കാര്യം ചെയ്യോ, ഓരോ ഫ്രേസ് ആയിട്ടൊന്നും പാടിക്കൊടുക്കും. അതെ, പാടി. വെരി ഗുഡ്. നെക്സ്റ്റ്. ഗുഡ്, കറക്റ്റ്. ഇതാണ് വേണ്ടത്. ഇപ്പൊ പാടിയില്ലേ മൂന്നാമത്തെ, ഇതായിരുന്നു ശരിക്കും ഒറിജിനലിൽ വേണ്ടത് ടേക്കില്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പാടിയത്. പക്ഷെ അത് ഡാമേജ് ചെയ്തിട്ടില്ല പാട്ടിനെ. എനിക്ക് തോന്നുന്നു കുറച്ച് സ്ട്രെസ് ആയിട്ടാണ് ആയിരിക്കാം. നമ്മളിപ്പോ ഇവിടെ കോമ്പറ്റീഷനിൽ ഒറിജിനൽ തന്നെയാണല്ലോ നമ്മള് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ മോൻ ഇപ്പൊ അത് വേദിയിൽ പാടുമ്പോൾ മോൻ ഇംപ്രവൈസ് ചെയ്ത് പാടുന്ന മോന്റെ ഇഷ്ടപ്രകാരം അത് പാടി, പാട്ടിന് ഡാമേജ് ചെയ്യാത്ത രീതിയിൽ അത് പാടിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ആ ഒറിജിനൽ തന്നെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ഗ എന്ന് പറയുന്നുണ്ട്, ഗന്ധർവ. അത് ഗന്ധർവാണ്, ഗന്ധർവ. അതെ. പിന്നെ എനിക്ക് തോന്നിയത് ഒരു വിബ്രാറ്റോ വരുന്നുണ്ട് പാടുമ്പോ. ഇത് സാഗരങ്ങൾ മീട്ടും സോപാനഗീതമായി എന്ന് പാടുന്നുണ്ട് മോൻ. സോപാനഗീതമായി. അത് മാറ്റണം കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ലാസ്റ്റ് പല്ലവിയിൽ ആത്മരാഗമേകാം കുറച്ചും കൂടി അത് ഓഡിബിൾ ആയിരുന്നു, കുറച്ചും കൂടി ശ്രുതി ചേരാനുണ്ടായിരുന്നു ബേസ് കിട്ടാത്തതുകൊണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി ഈ പാട്ട് ഇത്രയും ഭംഗിയായിട്ട് പാടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. സാരംകുട്ടന്റെ അറ്റംപ്റ്റ് ആണ് ഇവിടെ, ഭയങ്കര ഒരു ബ്രേവ് അറ്റംപ്റ്റ് ആണ് എന്തായാലും ചെയ്തിരിക്കുന്നത്. ഇതൊരു വളരെ വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. സാരംകുട്ടൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ കേൾക്കാൻ കൊതിച്ചിരിക്കുക, എങ്ങനെയായിരിക്കും ഇത് സാരംകുട്ടൻ പാടുന്നുണ്ടാവുക. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഈ ഒരു ഏജിന് ഇത് വെരി ചാലഞ്ചിങ് സോങ്, പക്ഷെ നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. പാർവണങ്ങൾ തേടും വനചന്ദ്രകാന്തിയിൽ സോമം പോൽ പകരൂ നിന്ദാഗോന്മാദം. എനിക്കും തോന്നിയത് ആ ബേസ് നോട്ട്സ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അത് പക്ഷെ മധുചേട്ടൻ പറഞ്ഞ പോലെ ശ്രുതി ചെറുങ്ങനെ കുറച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര താഴെയായിപ്പോവും, കൂട്ടിയിട്ടുണ്ടെങ്കിൽ മേളിലോട്ടും പോകും. അപ്പൊ അതിനൊരു അങ്ങനെ ഒരു കുടുക്കുണ്ട് അതിന്. അപ്പൊ ബേസ് നോട്ട്സിന് പൊതുവെ ക്ലാരിറ്റി ചെറിയൊരു കുറവുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മൈക്ക് പ്ലേസ്മെന്റ് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ആകാരമൊക്കെ പാടുമ്പോഴത്തേക്ക് വായ ഒരു സൈഡിൽ പോയിട്ട് മൈക്ക് വേറൊരു സൈഡിലേക്ക് ആയി പോകുന്നുണ്ട്. അപ്പം പെട്ടെന്നാണ് ആ വോളിയം ചേഞ്ച് വരിക കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന അതെ സ്ട്രെയിറ്റ് ആയിട്ട് മുഖത്തിന് ഇവിടെ വായുടെ അവിടെ തന്നെ പിടിക്കണം. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരു ശ്രുതിയിൽ ശ്രുതിയാണ്, ശ്രുതി. അത് കറക്റ്റായിട്ടൊന്ന് പ്രൊനൗൺസ് ചെയ്യണം. പിന്നെ ഗന്ധർവ ശ്വാസം പിടിച്ച് പാടാൻ ബുദ്ധിമുട്ടാണ് ഈ പാട്ടില്. കാരണം ശ്വാസം ഭയങ്കര പാടാൻ. അപ്പൊ ഇത് തളിരിടും മതം മരമാകുവാൻ മഴവിൽ തേരിറങ്ങി ഞാൻ ദേവി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോണം അത്. അപ്പൊ അത് കാരണം ശ്വാസം കിട്ടാത്തതുകൊണ്ട് ഞാൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് വരുന്നത് നോട്ട് കിട്ടില്ല, കേൾക്കില്ല. അതെ അതെ. അപ്പൊ എന്തായാലും അമേസിംഗ് അറ്റംപ്റ്റ് ആണ് നമ്മുടെ സാരംകുട്ടൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. ആ കാര്യത്തിൽ ഒന്നും പറയാനില്ല. നമ്മുടെയൊക്കെ ഫേവറേറ്റ് സോങ് ആണ്. ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുള്ളി ഡൺ. ഓക്കെ, ആ സ്വരമൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഓൺ പോയിന്റ് ആയിരുന്നു സ്വരങ്ങളൊക്കെ പാടിയത്. അപ്പൊ നമുക്ക് മാർക്കിലേക്ക് കടക്കാം. സാരംകുട്ട, അപ്പൊ ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 98 out of 100. താങ്ക് യു സർ. സാരംകുട്ട, ഹാപ്പി ന്യൂ ഇയർ. പോയി ബാക്കി വെച്ച മുട്ടായിയൊക്കെ തിന്നണം. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.
ഇനി നമ്മുടെ ടോപ്പ് സിംഗറിലെ ഗ്ലൂം കുട്ടിയാണ് വരാൻ പോകുന്നത്. മധുവങ്കളും ആര്യ ചേച്ചി മുണ്യങ്കളും ഒക്കെ റെഡിയല്ലേ? റെഡിയാണ്. തീർച്ചയായിട്ടും. സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ ഗ്ലൂം കുട്ടി എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്. ഒരു ബൊമ്മ നടന്നു വരുന്ന പോലെ ഉണ്ട്. അതെ 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 അതെ. നല്ല ഡാൻസറാ. ആ അതെ. അത് ശരി. ഉണ്ണിയങ്കളുടെ കണ്ടോ? എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. കാണിച്ചുതരാം മധുവങ്കൾ. ഓക്കെ. നല്ല മിടുക്കി കുട്ടി ആയിട്ടുണ്ടല്ലോ. നല്ല നല്ല ഉടുപ്പാണല്ലോ. നല്ല രസമുണ്ട് അതാ കാണാൻ. പറഞ്ഞ ബൊമ്മ മാതിരി ഉണ്ട്. അതെ 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 അതെ. അതെന്താ എഴുതിയിരിക്കുന്നത് ഷർട്ടുമേ? എന്താ എഴുതിയിട്ടുള്ളത്? ബ്യൂട്ടിഫുൾ. അതെ സുന്ദരിയാന്ന് ശരിയാണല്ലോ, കറക്റ്റാണല്ലോ, സത്യമാണല്ലോ എഴുതി വെച്ചേക്കണേ. പല്ല് വന്നോ? ഈ ഇപ്പത്തെ ഭാഗത്ത് വന്നു തുടങ്ങിയോ? പല്ല് വന്നിട്ട് വേണം വില്ലി വൈറ്റിന്റെ പെർഫോമർ ഓഫ് ദ ഡേ തരാൻ. അതെ അതെ പല്ലില്ലെങ്കിലും പാട്ട് അതിഗംഭീരം. അതെ. അതെ 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 അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ ഗംഭീരാക്കാൻ പോന്നെ? അല്ലിയാമ്പൽ. ആഹാ. അല്ലിയമ്പലാണോ പാടാൻ ഉഗ്രം പോകുന്നത്? പാട്ട്. ഹായ്. ജോബ് മാഷിന്റെ പാട്ട്. അതെ. ബാക്കി ഡീറ്റെയിൽസോ? സിനിമ റോസി, ആ. ലിറിക്സ് പി ഭാസ്കരൻ സാർ, ഓക്കെ. പാടിയത് പാടിയത് യേശുദാസ് സാർ. വർഷം വർഷം 1965. ഗുഡ് ഗേൾ. ഈ പാട്ട് പാടാൻ കാരണം എന്താണ്? എനിക്കത് അറിയൂടാ. ഇത് അറിഞ്ഞൂടാന്നാ? ഇന്ന് ദാസങ്ങളുടെ ദാസങ്ങളുടെ ബർത്ത്ഡേ വരെയാണ്. അല്ലേ? ആ ആ അതിന്റെ ആഘോഷമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. ആ ദാസങ്ങളെ കേക്കണേ എന്ന് പറയും. ദാസങ്ങളെ കേക്കണേ. ഹാപ്പി ബർത്ത്ഡേ ദാസങ്ങൾ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് എസ്തർ കുട്ടി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലി കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു. അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര കൊണ്ടുവന്നപ്പോൾ പിന്നെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. പിന്നെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലി കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം.
സൂപ്പർ സൂപ്പർ കലക്കി നമ്മുടെ എസ്തർ കുട്ടി മിടുക്കി. എസ്ത്രൂട്ടി രസായിട്ടാ പാടിയ. എന്താ ഫീല്? ആ? ആണോ? ഞാൻ അറിഞ്ഞില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എസ്തറിന്റെ പാട്ട്. നല്ല ഫീല്. ചരണൊക്കെ അവസാനിക്കുന്നിടത്തൊക്കെ അങ്ങ് സുഖിപ്പിച്ച് അയ്യോ അതെ അതെ ഗംഭീരമാക്കി. വേറെ എന്താ പറയാനില്ല, ഒന്നും പറയാനില്ല. അതെ. ആ എന്ത് പറയാനാ? പാട്ടിന് എന്താണോ വേണ്ടത് അതൊക്കെ മോള് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ പാടിത്തരോ പെണ്ണെ നിൻ കവിളിൽ? അതെ. പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമര കാട്. പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമര കാട്. ആച്ചോടാ. പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമര കാട്. പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമര കാട്. അയ്യോ എനിക്കൊക്കെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ശ്വാസം വിട്ട് ഒച്ച വന്നു പോകുന്നു. ഒരു കുഞ്ഞൊരു ശബ്ദം, അതെ. ഒരു ഇനി അതിന് പൂച്ചക്കുട്ടി കൂടുതൽ ഇനി അത് കരയുന്നു. ലൈറ്റ് ആക്കാനില്ല. ഇല്ല. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് പാവം പാടിയതാ. അയ്യോ ഒരു സുഖം. എന്റെ Hats എസ്തർ off to you, ബേബി മോളെ. Thank you. ഒരു ബൊമ്മയുടെ കുപ്പായൊക്കെ ഇട്ട് വന്നിട്ട് ബൊമ്മ പോലെ പാടി. എന്ത് രസമാ കാണാൻ, ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇതിനേക്കാളും ക്യൂട്ടായിട്ട് ഇനി എസ്തർ കുട്ടിയുടെ പാട്ട് എനിക്കറിയില്ല. എന്ത് രസമാ കേൾക്കാന്നറിയാം. ഞാൻ ഇങ്ങനെ എന്നായിരുന്നു കേട്ടോണ്ടി ഞാൻ. ഒരു കുളിര് കോരുന്ന അവസ്ഥ അതെ, അല്ലേ? ഇങ്ങനെ എണ്ണി അങ്ങനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ കാറ്റായി പോകും. അതെ അതാണ് അത്ര. ഇനി അത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതലൊന്നും ചെയ്യാനില്ല. ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു. ഞാൻ ദേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാവ് വാവ് എന്ന് എഴുതിയിട്ട് വരെ ഹാർട്ടൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല എനിക്ക്. നല്ല ഫീൽ കേട്ടോ എസ്തർ ബേബി, മിടുക്കി കുട്ടി. പിന്നെ അവസാന നിമിഷം പോയി ഒരു ഗ്ലൂം കൊണ്ടുപോയി. കരിക്കിൻ വെള്ളത്തില് അതെ, അത് കണ്ടുപെടാണ്ടിരിക്കണം. ആ കരിക്കിൻ വെള്ളത്തിലേക്ക് വീണ് പോയതാ ഗ്ലൂം. പിന്നെ ഇടയില് നല്ല സ്ഥലത്ത് പോയി ഗ്ലൂം പ്ലേസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഇപ്പൊ അതെ, അതെ. അത് ശ്രദ്ധിച്ചോ? ഇടയ്ക്ക് ഇങ്ങനെ മാധുവങ്കളുടെ വളരെ 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 ഇഷ്ടായി പാടിയത്. ഇഷ്ടു. അതെ അതെ. ദാസങ്കൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ എസ്തർ കുട്ടി ഇങ്ങനെ വാരി എടുത്ത് മടിയിലിരുത്തി ഒരു കവിളത്തൊരു ഉമ്മ തന്നേനെ. ഹായ്. ചിലപ്പോ കേൾക്കുമായിരിക്കും, കാണുമായിരിക്കും. ചിലപ്പോ ദാസേട്ടന് ബർത്ത്ഡേക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ബർത്ത്ഡേ the cutest ഗിഫ്റ്റ് ഗിഫ്റ്റ്. അതെ, ഈ എസ്തർ കുട്ടിയുടെ ഇന്ന് പാടിയ ഈ പാട്ട് എന്തൊരു ഭംഗിയായിട്ടാ. എത്രയിലായി ഇപ്പോ? 2-ായിട്ടേ ഉള്ളൂ. എന്നിട്ടാണ് ഇത്ര നന്നായിട്ട് പാടിയത് അല്ലേ? ആ ഫീലൊക്കെ കൊടുക്കണണ്ടില്ലേ അല്ലേ? ആ ഇത്ര കുഞ്ഞില്ലേ. വെരി ഗുഡ് എസ്തർ കുട്ടി, മിടുക്കി കുട്ടി. യു ആർ ഗ്രേറ്റ്. അപ്പോ ഇന്ന് എസ്തർ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാ? സൂപ്പർ മാർക്കാണോ? ആ നല്ല സൂപ്പർ മാർക്കാ. ഓ അപ്പൊ എത്ര? 100. Yes, എസ്തർ കുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 100. പോരട്ടെ ഒരു മധുരമഴ. പൊന്നെ ഇത് എത്രാമത്തെ 100-ആ? നാലാമത്തെ. ന്യൂ ഇയർ ആയിട്ട് ഒരു 100 കിട്ടിയില്ലേ? ഓ അത് മധുരമഴ സ്പെഷ്യലാ. കിട്ടിയില്ലേ? ആ അതെ അതെ അതെ. സ്പെഷ്യൽ 100. അതെ. അപ്പൊ ഇനി ഈ 2026 ഫുൾ 100 ആയിരിക്കും 100 കിട്ടട്ടെ. എല്ലാം. അതെ. Okay. ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലസ് യു. ഗുഡ് നൈറ്റ്. ഹാപ്പി ന്യൂ ഇയർ. മധുക്കൾ ഓ ഇനി വരാൻ പോകുന്നത് ഇവിടുത്തെ സംഭവ ബഹുലമായ ഒരു സ്റ്റാർ ആണ്. 100 കിട്ടിയതിന്റെ പേരിൽ പലരുടെയും കയ്യിൽ നിന്ന് അടിയും കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. ഇടിയും പല ആപത്ഘട്ടങ്ങളിലേക്ക് കടന്നു അതെ, വന്ന തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സാംസോണി. വെൽക്കം സാം കുട്ടൻ ഓൺ സ്റ്റേജ്. ഹായ്. ഹായ്. എന്താ സ്കൂളിൽ പോണോ? എടാ ബെൽറ്റ് കത്തുന്നുണ്ടോ? ബെൽറ്റ് ഇല്ല. ബെൽറ്റ്. ചോന്ന് കൊടുക്കാണോ അത്? ആ അതെ. Okay, കുട്ടുക്ക് ഓ, ശരി. പൊട്ടിയ കുപ്പായ. കുപ്പായം. ആ പട്ടം തിളങ്ങുന്നുണ്ടോ? ഇല്ല ഓറഞ്ച്. അയ്യോ എന്നെ കളറാണോ? കഴുത്തിൽ മുറുകിയിട്ടില്ലല്ലോ.
ഇല്ല ഇല്ല. സംഗതികളൊക്കെ കറക്റ്റ് ആയിട്ട് വരില്ലേ? ആ ഓക്കെ, അത് മതി. ശ്വാസം കിട്ടില്ലേ കറക്റ്റ് ആയിട്ട്? ആ കിട്ടും അത് കിട്ടും. മതി. ഓക്കെ. ശ്യാംകുട്ട ഇവിടെ എന്താണ് ഇപ്പൊ നടക്കുന്നത്? യേശുദാസ് സാറിന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേ വീക്കാണ്, സ്പെഷ്യൽ വീക്കാണ്. ഓക്കെ ഓക്കെ. എന്താണ് ദാസേട്ടനെ കുറിച്ച് പറയാനുള്ളത്? ചില ചുരുക്കം സിംഗേഴ്സെ നമ്മൾ സിനിമയില് പാടിക്കൊണ്ട് അഭിനയിച്ചിട്ടുള്ളൂ. ഓ അങ്ങനെ പാടിക്കൊണ്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിംഗറാണ് യേശുദാസ് സാർ. വൺ ഓഫ് മൈ ഫേവറേറ്റ് സിംഗറുമാണ് യേശുദാസ് സാർ. ഓക്കെ. Good ഇന്ന് ഏത് observation. പ്രത്യേകതയുള്ള പാട്ടാണ് പാടാൻ പോകുന്നത്? ഇന്ന് ആലാപനം തേടും തൈമനം. ആയ്. ആഹാ, സന്തോഷായി. വെരി നൈസ്. ലിറിക്സ് ബിറ്റു തിരുമല സാറ്, മ്യൂസിക് ആ. ഇളയരാജ സാറ്, ഓക്കെ. മൂവി എന്റെ സൂര്യപുത്രിക്ക്, ഉം. ഇയർ 1991, ഉം. പിന്നെ സിംഗർ കെ യേശുദാസ് സാർ. വെരി ഗുഡ്. സുശീലാമ്മ പാടിയിട്ടുണ്ട്, ആ ചിത്രമ്മ പാടിയിട്ടുണ്ട് ആ, അതെ അല്ലേ? ഞാൻ യേശുദാസ് സാറിന്റെ ദാസേട്ടന്റെ വർഷമാണ്. വെർഷനാണ്. അതെ. ഓക്കെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നന്നായി ആലപിക്കും. താങ്ക് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആലാപനം തേടും തായ്മനം, ആലാപനം തേടും തായ്മനം, വാരിളം പൂവേ ആരിരം പാടാൻ, താരിളം തേനേ
മോനെ വെരി നൈസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ടോപ്പ് ബാൻഡ് കലക്കി, വയലിൻ സോളോ മണികണ്ഠൻ ചേട്ടാ, ഗുഡ്. സാം സോണി എന്റെ സാറേ 2026 ആദ്യത്തെ ആദ്യ ഗാനം. അല്ലേ ഈ അതെ. വേദിയിൽ? അതെ അതെ, യെസ്. എന്ത് തോന്നുന്നു? എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? പ്രതീക്ഷിച്ച പോലെ പാടിയെന്ന് തോന്നുന്നു. ഈ പാട്ട് എത്ര നാളായി പഠിച്ചിട്ട് ഈ കിട്ടിയിട്ട്? പാട്ട് 2 ദിവസം. 2 ദിവസം. ആ. രണ്ട് 2 ദിവസമായിട്ടോ ദിവസമായിട്ടുള്ളോ? അതെ അതെ, പഠിക്കാൻ തുടങ്ങിട്ടോ? പഠിക്കാൻ തുടങ്ങിയിട്ട്. കിട്ടിയിട്ട് എത്ര ദിവസമായി? കിട്ടിയിട്ട് 4 ദിവസമായി. 4-5. 4 ദിവസം മുമ്പ് പാട്ട് കിട്ടിയെങ്കിൽ അത് 4 ദിവസം മുമ്പ് മുതലേ പഠിക്കാൻ തുടങ്ങണം ആ ഓക്കെ. കേട്ടോ. ആ അതെ. പക്ഷേ അതൊന്നും വലിയ കാര്യമായിട്ട് ഈ പാട്ടിൽ ബാധിച്ചിട്ടില്ല. ആ ഓക്കെ. 2 ദിവസം മുമ്പ് പഠിച്ചിട്ട് ഈ പാട്ട് പാടിയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. ഇങ്ങനെ പാടിയിട്ടുണ്ടെങ്കിൽ ആ ഓക്കെ ഓക്കെ. അത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാം താങ്ക് യു. കേട്ടോ. ആ. അപ്പൊ മിടുക്കനാണെന്ന് എന്റെ അർത്ഥം. ആ ഓക്കെ. വെറും മിടുക്കനല്ല, മിടുമിടുക്കൻ. മിടുക്കൻ, ഉം. ജഗജാല കില്ലാടി. അപ്പൊ കുറെ ഭാഗങ്ങള് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, നല്ല ഫീലിലാണ് പാടിയത്. താങ്ക് യു. ഇത് പാടിയപ്പോ അമ്മയെ ആലോചിച്ചോ? ചെറുതായിട്ട്. ആണല്ലേ? ആ. ആ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ. ഫസ്റ്റ് പല്ലവിയില് താരിളം തേനേ താരിളം തേനേ ആ ബാക്കി ആരിരോ ആരോ. ആഹാ. അതിങ്ങനെ വന്നപ്പോ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ പാടിയ ആ, പോലെ. ഓക്കേ. ഫസ്റ്റ് പല്ലവിയില് ആരീരോ ഹാ എന്ന് പാടി. ആ ഓക്കെ. അതെന്താ അങ്ങനെ പാടിയേ? അതെ. അത് വികാരം വന്നതാ. അതിങ്ങനെ ഇവിടെ ഇങ്ങനെ കൈവച്ചിട്ടാ പാടിക്കൊണ്ടിരിക്കുന്നത്. ആ അത് ഉള്ളിൽ നിന്ന് പാടാൻ ശ്രമിച്ചതായിരിക്കും അല്ലേ? ആ പിന്നെ അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന തായ്മനം. ഓ സ്ലിപ്പായി കുറച്ച്. അതെ, ആ. ചെറുതായിട്ട് സ്ലിപ്പായി അതെ. കേട്ടോ. ആ പിന്നെ ചരണം ഫസ്റ്റ് തുടക്കം. ലൈൻ തുടങ്ങിയത് ആ അതെ അതെ. ആദി തോന്നിയിരുന്നോ? ആ തോന്നി. തോന്നിയില്ലേ? ആ, പിന്നെ എന്താ പ്രതീക്ഷിച്ച പോലെ പാടിയെന്ന് പറഞ്ഞു? ഞാൻ ഇതൊക്കെ അഥവാ ഞങ്ങള് കേട്ടില്ലെങ്കിലോ അങ്ങനെ. വരി തെറ്റാതെ പാടാൻ പറ്റും. വരികളെല്ലാം ആ, കറക്റ്റ് ആയിട്ട് പാടി. വരിയൊക്കെ correct ആ. വരികളെല്ലാം കറക്റ്റ് ആയിരുന്നു. നല്ല ഫീൽ ഉണ്ടായിരുന്നു പാടിയതിൽ. ഓക്കെ. നല്ല ഫീലോട് കൂടിയാ പാടിയത്. ആ. പക്ഷെ ഈ ചെറിയ ചെറിയ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രം, പിച്ച് നോട്ട് കറക്റ്റ് ആവാതിരിക്കുക, അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ 2 ദിവസം മുമ്പ് പഠിച്ച പാട്ട് ഇത്രയും മനോഹരമായിട്ട് ഇവിടെ പാടി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. താങ്ക് യു സാർ. എന്തായാലും കൊള്ളാം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ സാംകുട്ടൻ മിടുക്കനാണ് താങ്ക് യു ചേച്ചി. അല്ലേ? പക്ഷെ ഇതുപോലെ ശ്രദ്ധിക്കണം കുറച്ചും കൂടെ. ഓക്കെ, നമുക്ക് കോമ്പറ്റീഷൻ ടൈറ്റായി വരിക. എനിക്കും നല്ല ഫീൽ ഉണ്ടായിരുന്നു സാംകുട്ട. അത്ര സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളും. എനിക്ക് തോന്നുന്നു ഓപ്പണിംഗ് ഒക്കെ ഭയങ്കര നല്ല രസമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? ചരണത്തില് പുണ്യമി ജതിസ്വരലയ ബന്ധനം എന്ന് പാടിയ ഭാഗം. പുണ്യമി ജതിസ്വരലയ ബന്ധനം. യെസ്, അത് കഴിഞ്ഞിട്ടുള്ള ലൈനും ഭയങ്കര നല്ല രസമായിട്ട്. പുണ്യമേ ജതിസ്വരലയ ബന്ധനം ധന്യമേ മുഖമനസുഖ സംഗമം മൗനം പോലും പാടും താലം നിന്നും തേങ്ങും. അപ്പൊ നമ്മള് പ്രാക്ടീസ് 2 ദിവസം മാറ്റി 4 ദിവസത്തേക്കാക്കി മാറ്റണം. ഓക്കെ, ഓക്കെ. അപ്പൊ കിട്ടിയ നമുക്ക് ഉടനെ എന്തായാലും ഓക്കെ. പ്രോമിസ്, പ്രോമിസ്. പിങ്കി പ്രോമിസ്. പിങ്കി പ്രോമിസ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാംകുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോൻ പാടിയത്. താങ്ക് യു സാർ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സുഖിച്ച് ലയിച്ച് പാടി. താങ്ക് യു സാർ. അപ്പൊ ചെറിയ ചെറിയ ഫ്ലാസ് നമുക്കിപ്പോ നെഗ്ലക്ട് ചെയ്യാൻ തോന്നുന്നു. പക്ഷെ മോൻ നെഗ്ലക്ട് ചെയ്യരുത്. ഓക്കെ. ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര എക്സെപ്ഷണലി ഗുഡ് ആണ്. ഭംഗിയായിട്ട് അതെ അതെ അതെ. ആ ചരണത്തിന്റെ എൻഡിലുള്ള ഓ എന്നുള്ള അതെ അതെ ഇതില്ലേ? കറക്റ്റ് ആയിട്ട് അത് പാടി. കഴിഞ്ഞിട്ട് സുഖകരവും നൊമ്പരമാക്കാം വളരെ സുഖിപ്പിച്ച് നമ്മളെ ശരിക്കും സുഖിപ്പിച്ചു. താങ്ക് യു. അപ്പൊ ടോട്ടലി പാട്ട് മോൻ വളരെ സുഖിച്ച് ലയിച്ച് പാടി. അതാണ് മോൻ പറഞ്ഞത് പ്രതീക്ഷയ്ക്കൊത്ത് ഞാൻ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ. പക്ഷെ ചില സ്ലിപ്സ് വന്ന് മോൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ. ആ പക്ഷെ അത് വരാതെ നോക്കണം. ഓക്കെ ഓക്കെ. ഓക്കെ, കുറച്ചും കൂടി കോമ്പിറ്റന്റ് ആവണം എന്നർത്ഥം. ഓക്കെ. അത്രയും നല്ല സിംഗറാണ്. യു ആർ എ വെരി ഫൈൻ സിംഗർ. താങ്ക് യു. സോ ഡോണ്ട് ലീവ് ഇറ്റ്. ഓക്കെ ഓക്കെ. ഓക്കെ, ഓക്കെ സാർ. കെയർഫുൾ ആവുക, അവയർനെസ്, ഓക്കെ. ഫോക്കസ്. ഓക്കെ സാർ. ഓക്കെ, ഗുഡ് ലക്ക്. സാംകുട്ട, എന്താ സാർ? യു ആർ ഗെറ്റിംഗ് 98.25 out of 100. താങ്ക് യു സാർ. ഹാപ്പി അല്ലേ? ഹാപ്പി ഹാപ്പി. നെക്സ്റ്റ് ടൈം 100 വാങ്ങണം. യെസ്. ഓക്കെ. സാംകുട്ടൻ അടുത്ത പ്രാവശ്യം ഒരു കംബാക്ക് നടത്തണം കേട്ടോ. Okay. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ് ഡാ. ഗുഡ് നൈറ്റ്. Good night. ഗുഡ് നൈറ്റ്.
മീനുട്ടാ, എന്തോ അടുത്ത് വരാൻ പോകുന്ന പാട്ട് എനിക്കൊരു നല്ലൊരു മെമ്മറി ഉള്ള ഒരു പാട്ടാണേ. ഓ ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞാനൊരു ഷോന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഉം. അപ്പം ഞാൻ പഠിച്ച പാട്ടാണത്. അതിന് വേണ്ടി പഠിച്ചു. അതിന് വേണ്ടി പഠിച്ച പാട്ടാണ്. ദാസേറിനെ പറ്റി പറഞ്ഞ ഒരുപാട് 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 മെമ്മറീസ്, എത്ര പറഞ്ഞാലും മതിവരാത്തത്ര മെമ്മറീസ് എനിക്കുണ്ട്. സാറിനെ നേരിട്ട് ഒരു പ്രാവശ്യമാണ് കണ്ടിട്ടുള്ളത്, അത് നമ്മുടെ കലോത്സവത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മകളിൽ ഉള്ള ഒരു പാട്ടാണ് നമ്മുടെ അനുഷ്ക കുട്ടി നമുക്ക് വേണ്ടി അടുത്തതായിട്ട് പെർഫോം ചെയ്യാൻ വരുന്നത്. അതെ, അപ്പൊ ആര്യ ചേച്ചി ഭയങ്കര വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ്. നമ്മളും അത് കാണാനായിട്ട്. ലെറ്റ്സ് വെൽക്കം അനുഷ്ക കുട്ടി ഓൺ സ്റ്റേജ്. സരസസുന്ദരി മണി നീ അലസമായി. ദൈവമേ, നാഗവല്ലി ഇതാരെ പാടുന്നത്? നാഗവല്ലി അല്ലല്ലോ, അനുഷ്കവല്ലി. ചേച്ചി വീട്ടിൽ എവിടെയെങ്കിലും പോയിരുന്ന് പാടിക്കൂടെ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. പേടിയായോ? പിന്നല്ലാതെ. ഞാൻ ഈ പാട്ടിന്റെ ഫീല് കിട്ടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാടാ. ഭയങ്കര ഫീലായിപ്പോയി. ഈ പാട്ടിന്റെ ഫീല് കിട്ടാൻ വേണ്ടി സിനിമ ഞാൻ മൊത്തം ഇരുന്ന് കണ്ടടാ. എന്നിട്ട് ഒരു പാട്ട് ഇത്ര ഫീലും പേടിയൊക്കെ കൊണ്ടുവരണെങ്കിൽ ഊഫ്, എന്താലേ. ഇതാരാ പാടിയേക്കുന്നേ? ദാസാറാ, ദാസാറ്. ഫീൽഡ് അങ്ങ് അറ്റം വരെ കൊണ്ടുവരും ദാസാറ്. എന്നാ നീ പോക്കോ, ഞാൻ കുറച്ചേരം കൂടി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. ദേ ഒരു കാര്യം, ഞാൻ ഇവിടുന്ന് പോകുമ്പോ തന്നെ പാടരുത്. ദേ അവിടെ എത്തിയിട്ടേ പാടാവൂ, പ്ലീസ്. നല്ല പേടിയുണ്ടല്ലേ? പേടിയല്ല, ചെറിയൊരു അനുഷ്ക കുട്ടി, ആര്യ ചേച്ചി കൊറേ പാട്ടിനെ പറ്റി നമ്മുടെ അടുത്ത് പറഞ്ഞു. ഏത് പാട്ടാ? ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ എക്സൈറ്റ്മെന്റ്. ഏത് പാട്ടാ? പഴന്തമിഴ് പാട്ട്. മണിച്ചിത്രത്താഴ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കേൾക്കാം. മ്യൂസിക് MG രാധാകൃഷ്ണൻ സാർ, ലിറിക്സ് ബിച്ചു തിരുമല സാർ, പാടിയത് യേശുദാസ് സാർ, മൂവി മണിച്ചിത്രത്താഴ്, പിന്നെ ഇയർ 1993. ഇത് ഫിലിമും പാട്ടുകളും ക്ലാസിക്കാണ്. അതെ, യെസ്. ഞാൻ എല്ലാ വർഷവും മിനിമം 2 പ്രാവശ്യമെങ്കിലും ഈ മൂവി കണ്ടിട്ടുണ്ടാവും മിനിമം. ഞാനൊരു 26 പ്രാവശ്യം കണ്ടു. എനിക്കിപ്പോഴും അതെങ്ങനെ ഇങ്ങനെ കൗണ്ട് വെച്ചത് 26 എന്ന്? ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഇതില് പറഞ്ഞു. ഏകദേശം. ഉദ്ദേശത്തില്. അതെ. ഓക്കെ. എന്താണ് റെസൊല്യൂഷൻ? 2025 സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ കുറച്ച് റെസൊല്യൂഷൻസ് എടുത്തിരുന്നു. അതൊക്കെ നടന്നോ? കുറച്ച് പാലിച്ചോ? അതിലെ ഒരു റെസൊല്യൂഷൻ ആയിരുന്നു, റെസൊല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആഗ്രഹമായിരുന്നു ടോപ്പ് സിംഗറിലെ സെലക്ഷൻ. ഓക്കെ, അത് നടന്നു അല്ലേ? അത് നടന്നു. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, അനുഷ്കേനെ നന്നായി അറിയുന്ന അനുഷ്കയുടെ 2 ക്ലോസ് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കട്ടെ, അനുഷ്കയുടെ എന്ത് സ്വഭാവമാണ് 2026 മാറ്റേണ്ടത് നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. അവര് പറഞ്ഞു അനുഷ്കയുടെ നല്ല ഗുണം എന്താന്ന് പറഞ്ഞാൽ ആകെ പാട്ട് പാടുന്നുള്ളത് മാത്രമാണ് നല്ല ഗുണം എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങളെ താത്തി പറയാം. അങ്ങനെ പറഞ്ഞു. ആണോ? ആ, എന്ത് ചെയ്യാം, ഫ്രണ്ട്സ്. ആദ്യം പേര് പറഞ്ഞോ രണ്ടാളുടെയും. എന്റെ പേര് ഇഷ, എന്റെ പേര് അമിതശ്രീ. 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 അമിതശ്രീയോ? അധികം ഐശ്വര്യം കുറച്ച് കൂടുതലാണ്. കൂടുതലാണ്. ശ്രീ ഞാൻ ആദ്യം അമൃതശ്രീ എന്നാ വിളിച്ചിരുന്നത്, പിന്നെ അമിത എനിക്ക് മനസ്സിലായി. പിന്നെ ആണല്ലേ? അപ്പൊ എന്ത് സ്വഭാവം മാറ്റേണ്ടത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പൊ പ്ലേറ്റ് മാറ്റി പറയരുത്. ഇപ്പൊ അവളായിട്ട് സംസാരിക്കാണ് നമ്മളുള്ള ബുദ്ധിയും പോവും. അതായത് ഞങ്ങൾ 3 പേരും ഒരു ഗാങ്ങ, അതില് കുറച്ചും കൂടി ബുദ്ധിയുള്ളത് ഈശയ്ക്കാണ്. അത് ശരി. എനിക്കും അമിതശ്രീക്കും ഒരേ സ്വഭാവം, ഒരേ പൊട്ടത്തരങ്ങളൊക്കെ. അല്ല, അമിതശ്രീ എന്താ പറയാൻ പോയത്? അമിതശ്രീ ഇവളുടെ ആ സ്വഭാവം മാറ്റേണ്ടത് ഒരെണ്ണം എന്ന് വെച്ചാൽ ഇവള് ആലോചിക്കാണ്ട് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയും. ആണല്ലേ? അത് ശരി ശരി. അത് അവളുടെ കൂടെ നടന്നിട്ട് എനിക്ക് ഇവിടെ മധുവങ്ങള് പത്തിക്കാനും പോയെന്ന് ഇവള് പറഞ്ഞത്. അവള് പറഞ്ഞു അവളത് മനസ്സാലെ. അതേപോലെ തന്നെ അവളും എന്ത് പറഞ്ഞു. അമിതശ്രീ. എന്തായാലും ആ പേര് മറന്നു പോകില്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടു. അമിത് കുമാർ എന്നൊക്കെ കേട്ടോ. അമിത് കുമാർ. അമിതശ്രീ. ഇത് അമിതശ്രീ. അമിതാഭ് ബച്ചൻ എന്നാ വിളിക്കാം. ഓ അത് ശരി. അമിതാഭ് ബച്ചൻ. പാവം അതിന്. നമ്മുടെ ദാസേട്ടന്റെ പാട്ടാണ്. ദാസേട്ടന്റെ പിറന്നാൾ നമ്മൾ ഒരു ആഴ്ചയായിട്ട്, ഒരു വാരമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് ദാസേട്ടനെ പറ്റി?
ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നമ്മളിപ്പോൾ പുതിയ കാലത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ദാസാറിനെ കാണണം ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും. ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ കണ്ടിട്ടില്ല? എനിക്കുണ്ട്. മോള് കണ്ടിട്ടില്ല? ഇല്ല ഇല്ല. പിന്നെ സാറിന്റെ കുറേ പാട്ടുകള് എന്താ പറയാ എനിക്കറിയാം, പഠിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നും ചിരിക്കുന്ന സൂര്യന്റെ ആഹാ, ചിന്തകൾ. അതൊരു ഓണപ്പാട്ട് അല്ലേ? ഒരു വസന്ത ഫെസ്റ്റിവൽ സോങ്. ഫെസ്റ്റിവൽ സോങ്. അതെ. ദാസാറിന്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പോയിട്ടുണ്ടായി. ആഹാ. ആഹാ. അവിടെ പോയപ്പോ കുറേ സെലിബ്രിറ്റീസിനെ കണ്ടു. ദാസാറ് വീഡിയോ കോൾ വിളിച്ചിട്ട് സംസാരിച്ചു. ആണോ? ആ, അപ്പൊ വീഡിയോ അങ്ങനെ ഒരു കോളിൽ കണ്ടിട്ടുണ്ടല്ലേ? അതെ. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഓ, ശരി ശരി. എന്തായാലും ഇനി നേരിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. ആ. ദൈവം അതിനെ വഴിയൊരുക്കട്ടെ. 60s 70s പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? കൊറേയൊക്കെ കേട്ടിട്ടുണ്ട്. 60s 70s 80s the best songs. അതെ 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 അതെ. അതിനെ ബീറ്റ് ചെയ്യാൻ സോങ്സ് ഇല്ല എന്ന് പറയാം. അത്രയും നല്ല പാട്ടുകളാണ്. അതൊക്കെ കേൾക്കണം മോള്. ആ. ഓക്കെ. ഓക്കെ സർ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് all the അനുഷ്ക best. കുട്ടി. നന്നായിട്ട് നന്നായി പാടിക്കോളൂ. പാടൂ. നമ്മുടെ Thank you. എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ്. ഓക്കെ.
നൈസ് സൂപ്പർ സൂപ്പർ. താങ്ക് യു Excellent. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഉഗ്രനായിരുന്നു. 2026 അനുഷ്ക കുട്ടിയുടെ ആദ്യത്തെ പാട്ടാണ് അല്ലേ? അതിൽ നമ്മൾ ജഡ്ജസിനെ എണീപ്പിച്ച് നിർത്തി, ഫ്രണ്ട്സിന്റെ മുന്നിൽ പാടി, അച്ഛയുടെ അമ്മയുടെ മുന്നിൽ പാടി. ഇതിലൊക്കെ എന്ത് തോന്നുന്നു? സ്വന്തമായിട്ട് ഇങ്ങനെ പ്രൗഡ് ആണോ അതെയോ സന്തോഷം? ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം തോന്നുന്നു. 2026 ആദ്യത്തെ പാട്ടാ. ആദ്യത്തെ പാട്ടിൽ അപ്പൊ ഇത്രയും നന്നായതിലല്ലേ? ഇപ്പൊ ഫ്രണ്ട്സ് ഹാപ്പിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും അല്ലേ? ക്ലാസ്സിൽ ഫ്രീ ടൈം കിട്ടുമ്പോ എന്നോട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേയിരിക്കാൻ പറയും. അവരാണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. യെസ്, അത് ശരി. ഇപ്പൊ മുത്തശ്ശി. ക്ലാസ്സിലെ ജൂക്ക് ബോക്സ് ആണോ ഇപ്പൊ? അതെ. ഓ ശരി. അത് ഏത് മാത്സിന്റെ പീരീഡ് ഒക്കെ എനിക്ക് വേണ്ടി പാട്ട് പാടിത്തരൂ. ആഹാ. ക്ലാസ്സിലിരുന്നോ? സത്യം. സത്യമാണ്. ഞാൻ വിചാരിച്ചല്ല ബ്രേക്കിന് ആയിരിക്കും. സാധാരണ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഇതാക്കി എടുക്കാന്ന് പറയുമ്പോ കൊറേ വർഷത്തെ പരിചയം ഉണ്ടാവും. ആ. അതുപോലെ തന്നെ ഇഷേന് എനിക്ക് ഒരു 6-7 വർഷത്തെ പരിചയമുണ്ട്. പക്ഷെ അമിതശ്രീനെ ഞാൻ കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ തന്നെ ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പൊ തന്നെ അപ്പൊ തന്നെ അത് ശരി. അപ്പൊ നിങ്ങൾ തമ്മിൽ നല്ല അതെന്താ Sync ആണ്. എനിക്കും അവൾക്ക് ഒരേ സ്വഭാവം. അതാ അതുകൊണ്ട് രണ്ടുപേരും അതാണ് വൈബ് എന്ന് പറഞ്ഞത്. Yes, yes. അനുഷ്ക കുട്ടി എന്താ ഇന്ന് പാടിയത് വളരെ വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിന് ഏറ്റവും വേണ്ടത് ഭാവമാണ്. ആ സിനിമയിൽ ആ സീൻ കണ്ടിട്ടില്ലേ? പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ലാലേട്ടൻ ആ ഒരു അവസ്ഥയെ കണ്ടിട്ട് പാടുന്നതാണ്. ചില ഭാഗങ്ങളൊക്കെ വളരെ എടുത്തു പറയേണ്ട ഭാഗങ്ങളാണ്. സരസ സുന്ദരി മണി നീ അലസമായി ഉറങ്ങിയോ, വിരലിൽ നിന്നും വഴുതി വീണു. ലാസ്റ്റ് പല്ലവിയിൽ പ്രത്യേകിച്ച് ഭൂരിഭാഗവും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പിന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആ ബേസ് റേഞ്ച് കിട്ടാൻ ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അത് കേട്ടു. കുറച്ച് സ്ട്രഗിൾ ചെയ്യണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അത് നോട്ട്സ് വന്നു. പക്ഷെ എന്നാലും കംപ്ലീറ്റ് ഈ പാട്ട് കേട്ടപ്പോ ഇതിന് വേണ്ടതായിട്ടുള്ള എല്ലാം അതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാണ്. 2026 ഈ ആദ്യ ഗാനം, ഈ വേദിയിൽ ആദ്യ ഗാനം ഇത്ര മനോഹരമായിട്ട് പാടിയത്. ഓക്കെ, ബ്യൂട്ടിഫുൾ. അനുഷ്ക കുട്ടി എന്താ എന്ത് ഫീലാ അനുഷ്ക കുട്ടി, ഒന്നും പറയാനില്ല. ആ പാട്ടിനെ ഇങ്ങനെ വരച്ച് അതുപോലെ ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറുടെ വേദിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അനുഷ്ക കുട്ടി. അത്ര ഭംഗിയില് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് റൗണ്ട്സിൽ അനുഷ്ക കുട്ടിക്ക് ആ സ്കെയില് സെലക്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഹൈ പോർഷൻ പോണതാണ് അനുഷ്കയുടെ സ്ട്രോങ് പോയിന്റ്, അത് എപ്പോഴും മനസ്സിൽ വെക്കണം എന്ന് പറയണ്ടായിരുന്നു. ആൻഡ് യു നെയിൽഡ് ഇറ്റ്. എവിടെയാണെന്നറിയോ? ആ ചരണം പാടിയിട്ട് മഞ്ഞുറയും രാവറയിൽ നിന്ന് പാടിയ ഭാഗം ബ്യൂട്ടിഫുൾ ആയിരുന്നു, എക്സെപ്ഷണലി ബ്യൂട്ടിഫുൾ. അത് അനുഷ്കയുടെ ആ ശബ്ദത്തിൽ ആ മേളത്തെ റേഞ്ചിൽ ആ നോട്ട് ഹിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സുഖമുണ്ട്. ബ്യൂട്ടിഫുൾ, വേറെ ഒന്നും പറയാനില്ല. എക്സെപ്ഷണലി ഗുഡ്, അമേസിംഗ് ഇല്ലേ ഉണ്ണിസർ? ഒരു ഗ്യാപ്പിന് ശേഷം വന്നിട്ട് പിന്നെ കാണുന്നതെല്ലാം അത്ഭുതങ്ങളാണല്ലേ? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ ഇവിടെ സംഭവിച്ചത്? വർഷം മാറി, കലണ്ടർ മാറ്റിയത് ആവുകയും ചെയ്തു. പിന്നെ ഞെട്ടലാ. അനുഷ്ക കുട്ടി, എന്താ സർ? യു ആർ ഇൻക്രെഡിബിൾ. താങ്ക് യു സർ. ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാക്കിംഗ് ബൈ ടോപ്പ് ബാൻഡ്. ഇതിനൊരു പ്രത്യേക മൂഡുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് എൽ വൈദ്യനാഥൻ ആണ് എന്റെ ഓർമ്മ. എൽ വൈദ്യനാഥൻ സാറാണ് ഈ പാട്ടിന്റെ ഫൈനസ്റ്റ് മ്യൂസിഷ്യൻസ് ഇന്ത്യൻ എനിക്ക് കുറച്ച് പാട്ടുകൾ പാടാൻ. സോ ഹി ഹാസ് ഡൺ ദി ബാക്കിംഗ് ഫോർ ദിസ് സോങ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു സ്റ്റൈല് ആ പാട്ട്. ഞാൻ കേട്ടത് ഈ പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതിന് ഓർക്കസ്ട്ര നമ്മുടെ ഇവിടെ ചെയ്തപ്പോ ഇതിനെ കുറച്ചും കൂടി ഒരു വെറൈറ്റി വേണം എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മുടെ വൈദ്യനാഥൻ സാറിനെ വിളിക്കുന്നത്. അതെ, അങ്ങനെയാണ് വൈദ്യനാഥൻ സാർ ചെയ്തത്. ആ പാട്ടിനൊരു പുതിയ മുഖം കൊണ്ടുവന്നു. ആ പാട്ടിന്റെ ഒരു എക്സെപ്ഷണൽ ഫീൽ ഉണ്ട് ആ പാട്ടിന്. അത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു തേങ്ങല് തോന്നുന്ന ഒരു ഫീൽ. അതെ 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 അതെ, ആ തേങ്ങല് മോളും കൊണ്ടുവന്നു. താങ്ക് യു സർ. ദാസേട്ടന്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് എവർ
Yes, എന്ന് പറയണം yes, yes. അത്. അതെ. കാരണം ഒരുപാട് പ്രാവശ്യം അത് സിനിമയും കണ്ടിട്ടുണ്ട്, പാട്ടും കേട്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് പലതും പഠിക്കാണ്ട് തോന്നും. തീർച്ചയായിട്ടും. വോയിസിന്റെ റേഞ്ചും അതെ അതെ. അതിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു തേങ്ങലും അല്ല അതൊക്കെ ദാസേട്ടന്റെ ഒരു ആ ഡെപ്ത് ഓൺസ് ദാറ്റ് സോങ്. യെസ്. അത് മോള് ശരിക്കും കൺസീവ് ചെയ്തു സ്റ്റേജിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. താങ്ക് യു. ഞാനത് ഫ്ലോസ് ഒന്നും ഇവിടെ പ്രശ്നമല്ല. അതെ. എനിക്കും ആ കൺമതിലും കാരിരുളും കുറച്ചും കൂടി ബെറ്റർ ആയാൽ തോന്നി, ആ. അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ ഇത് ഹോൾ സോങ്ങിന്റെ ഒരു ഫീലില് അതൊക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ തോന്നി എനിക്ക് കേട്ടോ. Yes. ബെസ്റ്റ് ഓഫ് ലക്ക്. Thank So you, sir. 2026 has started with a bang. ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. അനുഷ്ക കുട്ടിയുടെ ഒരു ബ്യൂട്ടിഫുൾ ഒരു പ്രസന്റേഷൻ ആയിരുന്നു ദാസറിന്റെ ബർത്ത്ഡേക്ക് ഈ പാട്ട്. ദാസേട്ടൻ അങ്ങനെയാണ് തീർച്ചയായും. എനിക്ക് ദാസേട്ടൻ കേട്ടാലും അപ്രീഷിയേറ്റ് ചെയ്യും. യെസ്. ദാസേട്ടൻ കേൾക്കട്ടെ. അപ്പോ ഇത്ര നല്ലൊരു ഗിഫ്റ്റ് കൊടുത്ത അനുഷ്ക കുട്ടി, ആ. യു ആർ അവാർഡഡ് 100 out of 100. പോരട്ടെ ഒരു മധുരമഴ. കുട്ടി ഞാൻ അവരെയും കൂടി വിളിച്ചോട്ടെ. വിളിച്ചോ. മിഠായി പറക്കൽ മത്സരമാണ്. ആയോ ഫ്രണ്ട്സ് ആയോ? കൗണ്ട് ഉണ്ടാവും 10 വരെ. കണ്ടോ? അമിതശ്രീ വന്നപ്പോഴേ മനസ്സിലായില്ലേ മാർക്ക് കൂടുന്നു. ഈ അമിതശ്രീനെ ഞാൻ എവിടെ പോകുമ്പോഴും കൊണ്ടുപോയിക്കോട്ടോ. അതെ, 100 മാർക്സ് ഉറപ്പാ. 10 സെക്കൻഡ് കിട്ടും. അതിനുള്ളിൽ മുട്ടയൊക്കെ വാരണം. എല്ലാരും പോക്കറ്റിലിടും, പോക്കറ്റിൽ. എല്ലാരും മൈക്കുണ്ട്. മൈക്കൊക്കെ പിടിച്ചോ. ഓക്കെ, ഫോൺ പിടിക്കണം കൊണ്ട് എന്തൊക്കെയായിട്ടാ വന്ന്. റെഡി? 1 2 1 മുതൽ 10 വരെ. 3 സ്റ്റാർട്ട്. 1 2 3 4 ഭയങ്കര പോക്കറ്റിലേക്ക്. 7 ഇവിടെ കൊണ്ടുവരുന്ന നഷ്ടാട്ടോ. 8 9 10. മിഠായി പറക്കൽ മത്സരത്തിൽ ആരാ ജയിച്ചത്? അമിതശ്രീ. അമിതശ്രീ. അതാണ് പേര്, അമിതശ്രീ എന്ന പേര്. ആദ്യത്തെ ആഹാ, ഇത്ര എക്സൈറ്റ്മെന്റ്. കൺഗ്രാറ്റുലേഷൻസ്. മെടുക്കി ഇതുപോലെ തന്നെ പോട്ടെ. ഞങ്ങള് നിക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം, സെൽഫി. എടുത്തോ. എടുത്തോ. യെസ്. യെസ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഈ വർഷത്തെ ആദ്യത്തെ ആഗ്രഹം കഴിഞ്ഞു. അല്ല, ഈ വർഷം തുടക്കം തന്നെ ഗംഭീരായില്ലേ? അതെ. Yes. ഇനി ഇത് അനുഷ്ക കുട്ടിയുടെ വർഷമാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെയും ഓൾ ദ ബെസ്റ്റ്. ബൈ. ഹാപ്പി ന്യൂ ഇയർ. ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് അറിയോ? ഇത് നിലനിർത്തണം. അതെ, അതാണ് ഇതിനേക്കാളും വലിയ പണി. ടാറ്റാ. ഗുഡ് നൈറ്റ്. ഇത് നമ്മുടെ ബെസ്റ്റ് പെർഫോമേഴ്സ് ഓഫ് ദ ഡേ ആണ്. 2 പേരുണ്ട്. Okay. എസ്തർ കുട്ടിയും നമ്മുടെ അനുഷ്ക കുട്ടിയാണ്. രണ്ടുപേർക്ക് നമ്മുടെ ബെസ്റ്റ് പെർഫോമേഴ്സ് ഓഫ് ദ ഡേക്ക് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. രാവിലെ പല്ലേക്കുമ്പോ ഒരുമിച്ച് നിന്ന് പല്ലേക്കുക. യെസ്. ഒന്നിച്ച്. രാത്രിയും ഒരുമിച്ച് പല്ല് തേക്കണം. അപ്പൊ നന്നായിട്ട് പല്ല് തേച്ചോളൂ. പല്ലിന്റെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും എല്ലാം വളരെ നല്ലതാണ്. യെസ്. അല്ലേ മീനുട്ടി? അതെ അതെ. പക്ഷെ ഇതത്ര നല്ല ഇടയില് വാരം. മിഠായി അധികം കഴിക്കുന്നത് നല്ലതല്ല. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ടാറ്റ മധുങ്ങളെ. താങ്ക് യു. ഓക്കെ, സീ യു. ഓക്കെ, ബൈ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് എല്ലാ പ്രായത്തെയും പോലെയല്ല, നമ്മുടെ ദാസേട്ടന്റെ പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടുള്ള എപ്പിസോഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും. അത് മാത്രമല്ല, പാട്ടുകളായാലും ഒക്കെ മാർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് 100കൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിലൊക്കെ എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഒരുപാട് പേഴ്സണലി ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ട് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. നാളെ നമുക്ക് വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ. സീ യു.